US വ്യോമസേനയുടെ കരുത്താണ് B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനം. US-ന്റെ സാങ്കേതിക മികവിൻ്റെ പ്രതീകവുമാണത്. പട്ടത്തിൻ്റെ ആകൃതിയിലാണ് ഈ വിമാനത്തിൻ്റെ രൂപകൽപ്പന. ഈ സവിശേഷ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ, പ്രത്യേകിച്ച് അതിൻ്റെ സ്റ്റെൽത്ത് ശേഷിക്ക് പിന്നിൽ, ഒരു ഇന്ത്യൻ വംശജൻ്റെയും ബുദ്ധി ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നോഷീർ ഗോവാഡിയ എന്ന ഇന്ത്യൻ വംശജൻ പിന്നീട് രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെട്ടു. ഇപ്പോൾ US ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം. B-2 ബോംബർ വിമാനത്തിൻ്റെ വികസനത്തിൽ പങ്കാളിയായതോടെയാണ് ഗോവാഡിയയുടെ കരിയർ മാറി പറഞ്ഞത്. വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള ചൂട് പുറത്തേക്ക് തള്ളുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്രാറെഡ് സിഗ്നലുകൾ കുറയ്ക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. B-2 വിമാനത്തിന് നൽകിയ സംഭാവനകൾ ഗോവാഡിയയെ അമേരിക്കൻ പ്രതിരോധ രംഗത്ത് ശ്രദ്ധേയനാക്കി. എന്നാൽ 1986 അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമായി. ഇതാണ് അദ്ദേഹത്തെ തെറ്റായ വഴികളിലേക്ക് നയിച്ചത്. ഈ അവസരത്തിലാണ് ചൈനയുമായി ഗോവാഡിയ രഹസ്യബന്ധം സ്ഥാപിച്ചത്. 2003 ചൈനയുമായൊരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കിയ അദ്ദേഹം പല കള്ളപ്പേരുകളിലായി ആ രാജ്യത്തേക്ക് നിരവധി തവണ യാത്ര ചെയ്തു. ഗോവാഡിയ ചൈനയുമായി ബന്ധപ്പെടുമ്പോൾ അവരൊരു സ്റ്റെൽത്ത് ക്രൂസ് മിസൈലിൻ്റെ നിർമ്മാണത്തിലായിരുന്നു. B-2 വിമാനത്തിന് വേണ്ടി താൻ വികസിപ്പിച്ച അതേ സാങ്കേതികവിദ്യ ഗോവാഡിയ ചൈനീസ് മിസൈലിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത് നൽകി. ഈ സേവനത്തിന് $1,00,000 അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചു. ഗോവാഡിയയുടെ അക്കൗണ്ടിലേക്ക് പൊടുന്നനെ ഇത്രയും തുക വന്നത് അമേരിക്കൻ ഫെഡറൽ അധികാരികളിൽ സംശയമുയർത്തി. തുടർന്ന് FBI നടത്തിയ അന്വേഷണത്തിൽ ചൈനയുമായുള്ള അദ്ദേഹത്തിൻ്റെ രഹസ്യ ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തു വന്നു. 2005 FBI ഗോവാഡിയെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തിൻ്റെ അതീവ പ്രാധാന്യമുള്ള സൈനിക രഹസ്യങ്ങൾ വിദേശ രാജ്യത്തിന് വിറ്റതടക്കമുള്ള നിരവധി കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ ചുമത്തി. 2011 വിചാരണ പൂർത്തിയാക്കിയ കോടതി ഗോവാഡിയെ 32 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ഇന്നും അദ്ദേഹം അമേരിക്കയിലെ അതീവ സുരക്ഷാ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതോടെയാണ് ഈ വിമാനങ്ങൾ വാർത്തകളിൽ വീണ്ടും നിറഞ്ഞത്. ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബറുകളിലൊന്നായ MOP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാനുള്ള ശേഷി US-ൻ്റെ സ്ട്രാറ്റജിക് ബമ്പറായ B-2 സ്പിരിറ്റ് എന്ന യുദ്ധവിമാനത്തിന് മാത്രമേ ഉള്ളൂ. ഇറാനിലെ ഫോർദോ, നാദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് അമേരിക്ക ഉപയോഗിച്ച B-2 സ്പിരിറ്റ് എന്ന ബോംബർ വിമാനത്തിനെ തിരിച്ചറിയാനുള്ള ശേഷി നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമില്ല. റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ആകാരം ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് സവിശേഷതകൾ. ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില യുദ്ധവിമാനങ്ങളിലൊന്നാണ് B-2 സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ ദൗത്യത്തിന് പോകുമ്പോൾ ഇതിലെ പൈലറ്റുമാർക്ക് മണിക്കൂറുകൾ വിമാനത്തിൽ ചെലവഴിക്കേണ്ടി വരും. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഇതിലുണ്ട്. മൈക്രോവേവ് അവനുകൾ, റെസ്റ്റ് റൂമുകൾ, റെഫ്രിജറേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിമാനത്തിനുള്ളിലുണ്ട്. 2 പേരടങ്ങുന്ന 7 B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ഇറാനിലെ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. 18 മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ഇതിനിടെ 1-ലധികം തവണ ഇന്ധനം നിറച്ചു. ഇത്തരം ദൈർഘ്യമേറിയ യാത്രയിലുടനീളം ജീവനക്കാർക്ക് ഭക്ഷണവും മറ്റും ഉറപ്പുവരുത്തുന്നതിനായി ഈ ഹൈടെക് ബോംബറുകളുടെ കോക്പിറ്റുകളിൽ മൈക്രോവേവ് അവനുകളും ചെറിയ ഫ്രിഡ്ജും സജ്ജീകരിച്ചിരുന്നു. ഒരു പൈലറ്റ് വിമാനം നിയന്ത്രിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിശ്രമിക്കുന്നതിനും കിടക്കുന്നതിനും സ്ഥലവും വിമാനത്തിലുണ്ട്. കൂടാതെ ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത മറ്റ് വിമാനങ്ങളെപ്പോലെ B-2 സ്പിരിറ്റിൽ ഒരു ടോയ്ലറ്റ് ഉൾപ്പെടുന്നു. $200 കോടിയിലധികം വില വരുന്നതാണ് ഓരോ B-2 സ്പിരിറ്റ് ബോംബർ വിമാനവും. US എയർഫോഴ്സിന് നിലവിൽ 19 B-2 ബോംബർ വിമാനങ്ങളാണുള്ളത്. 1997 B-2വിനെ US ആദ്യമായി ഉപയോഗിക്കുന്നത്. 2008 ഒരു അപകടത്തിൽ US-ന് ഒരു B-2 വിമാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു.